ഹലോ ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഒരു ക്യാഫ് കാണാൻ വേണ്ടി പോകാം. ഇവിടെ അടുത്ത് തന്നെ വിസരിച്ച് ദൂരത്തോട്ട് പോകണം, ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇന്നലെയാണെങ്കിൽ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ. ഇന്ന് നമുക്ക് നോക്കാം എത്ര പേര് പോകുന്നുണ്ടെന്ന്. ഇഫാനും ഗോവും മാത്രമേ പോകാനുള്ളൂ. എന്തേ റെഡിയാവാം. ഗോപു പോവാം. ഗോപു ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗോപു റൈഫാൻ തിന്നേ. എന്താ റൈഫാൻ തേക്കണം? വീഡിയോയിൽ ഉൾപ്പെടുത്തുവന്നാ? അതല്ല വീഡിയോയിൽ ആരാ വരാന്ന് പറഞ്ഞേ? അപ്പൊ നമ്മൾ ഇറങ്ങുവാണ്. അപ്പൊ അവിടെ പോകാനായിട്ട് ഞാനും റൈഫാനും ഗോപുവാണ് പോകുന്നത്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ടാ ഗോപു അന്തരീക്ഷം? അടിപൊളിയല്ലേ? പോവാം. നല്ല അടിപൊളി കാലാവസ്ഥയാണ്, പോയേക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. കടയിൽ കയറിയിട്ട് ഒരു 3 ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ടങ്ങ് പോകുന്നു വിചാരിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും ഇന്നലെ തന്നെ ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ. ഇന്നലെ ശനിയാഴ്ച എൻ്റെ എനിക്കും കോവിന് മാത്രമേ ഉള്ളൂ. റൈഫാനും ക്ഷീണമില്ല. ആരെ ഏയ് പൂജനയാ? ഇതിൻ്റെ പേരെന്നാ? കിങ്ങിണിയാ? ഓ കിങ്ങിണി നൈസല്ലടാ. ഇതൊക്കെ പുലിയുടെ മേല് പോലെ നോക്കി എൻ്റെ രോമൊക്കെ ഇരിക്കുന്നത്. നൈസാണല്ലോ. ഇതേ വിഷയം രാവിലെ കണ്ട. എടാ സമയം പോവാൻ ദേ ഇങ്ങനെയൊക്കെ പുറകെ വരുന്നുണ്ട്. ഇവിടെ വീടൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ? ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ്. ഇത് തൊട്ടടുത്ത് തന്നെയാണ്. ബസ് മിസ്സായാലോ? ബസ് മിസ്സായി കഴിഞ്ഞാ ബസ് മിസ്സാകത്തില്ല. നമുക്ക് ബസ് ആണെങ്കിൽ എന്തായാലും നമുക്ക് മിസ്സാകാതെ കയറാൻ നമുക്ക് സമയമുണ്ട്. സമയം എത്രയായി? 8:52 സ്ഥിതിക്ക് 9:03 ബസ്. കിട്ടും തൊട്ടടുത്തല്ല. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നടന്നെത്താൻ ദൂരമേ ഉള്ളൂ. നമുക്ക് ഐസ്ക്രീം മേടിക്കണ്ട. അപ്പോൾ എന്നാ പെട്ടെന്ന് വാ. ഐസ്ക്രീം മേടിച്ചിട്ട് പെട്ടെന്ന് പോവാം. ഏത് ഐസ്ക്രീം എടുക്കണേ? എന്നാ എടുക്ക കേട്ടോ. നല്ല ഇത് പ്രത്യേക രസമുണ്ടല്ലോ. ഞാൻ നോക്കി നൈസാണല്ലോ. സ്ട്രോബെറി കേട്ടോ. രാവിലെ തന്നെ തണുപ്പത്ത് ഒരു ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമുണ്ട്. സൂപ്പറാ. സ്ഥലം ചെറിയൊരു ചാൻസ് ഉണ്ട്. 9:03 ബസ്. ഇപ്പോൾ സമയം ഈ കിടക്കുന്ന തന്നെ ഞങ്ങളുടെ പോകുന്ന ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുക. 9:03 എടുക്കത്തുള്ളൂ. സമയം 9:01 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവാണ് ടണാവിക്ക്. അവിടെ നിന്ന് 11 മണിക്ക് ബസ്. ഇവിടെ ഞങ്ങൾ ടണാവ ഏസിലെത്തി. ഇനി അടുത്ത ദിവസം എപ്പോഴാണ്? 11:15 10:20. നമുക്കെന്താ പിന്നെ ആണെങ്കിൽ ടൗണൊന്നും ചെറിയ എക്സ്പ്ലോർ ചെയ്യണോ? വേണ്ടല്ലേ? അല്ല അപ്പുറത്ത് അവിടെ പോയില്ല, പാർക്കിൽ പോയിരുന്നല്ലോ. സെൻട്രത്തിന് ഉടമ്പ് വരെ ഒന്ന് പോകും. സെറ്റപ്പുള്ള വണ്ടികളൊക്കെ നോക്കി. കൂളിംഗ് ഗ്ലാസ് വെച്ചടാ. നീയൊക്കെ എന്നടാ വേണ്ടേ? പൊളി മാസ്. ശരി, ഇത് നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞാൽ സെൻറ്ററാണത്. ഈ സംഭവം എന്നാണ് ശരിക്കും? ഇവിടുത്തെ കൊട്ടാരമാണോ ഇവിടെ ഇരിക്കുന്നത്? അതെന്നാ പറഞ്ഞേ? പറയടാ, എന്തെങ്കിലും പറയടാ. എടാ അറിയുന്ന പറഞ്ഞാൽ മതി. അതെ കട്ട് ചെയ്യാം. പ്രൊഫഷണലായിട്ട് എടാ നമുക്ക് അറിയത്തില്ലല്ലോ. വീഡിയോ എടുക്കാനാ? ഗൂഗിൾ സെർച്ചിട്ട് ആഡ് ചെയ്യാനാ? അതൊന്നും വേണ്ട. അതൊക്കെ വേറെ റിസ്ക്കാ. എടാ അതൊക്കെ എന്നെ പാടാന്നറിയോ? ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്. ഇത് കിടക്കുന്ന മൂറീസ് ആണോടാ കിടക്കുന്നത്? ഈ കിടക്കുന്ന വണ്ടി അതെ മോറീസ്. അല്ല മിനി കൂപ്പറിന്റെ സംഭവം.
9 നൈസാണല്ലോ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കട്ടെ. അതിൻ്റെ ലോങ്ങിന്ന് കൊടുക്കട്ടെ. അന്യ സാധനമുള്ള ഇത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. നല്ല ഇതൊക്കെ ഇത് നല്ലല്ലേ, നല്ലൊരു ഫോട്ടോജനിറ്റിക്ക്. സെൻറ്റർ എന്ന് പറയാം. അതെ, ഗോവോടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും 9 അല്ല 10 രൂപനല്ലടാ ബസ്. 10 രൂപ ബസ്. നീ ബസ്സിനെ ആയിരിക്കും കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഞാനൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ലൈബ്രറിയാ? നീ നോക്ക്, എന്നെ സംഭവം എന്നാ നോക്കുക. എന്തിൻ്റെ? എടുത്ത് പോലീസ് സ്റ്റേഷനാണത്. ഇതേ പോലീസിയാന്ന് എഴുതി വെച്ചേക്കണ. ഇത് അടിപൊളിയാണ് കേട്ടോ. പറടാ. അത് ടാസ്ക് ആയിരിക്കാൻ ചാൻസ് ഇല്ല. എത്ര മിനിറ്റ് ഉണ്ട് ചെല്ലാനായിട്ട് എടുക്കുന്ന സമയം? ഇതാ മറ്റാണെങ്കിലോ? രണ്ട് സെയിമല്ലേ? എന്താ വീഡിയോ എടുക്കാൻ തുടങ്ങി. എപ്പോഴേ വീഡിയോ എടുക്കുന്ന കാര്യം എന്താ ഇപ്പം? എപ്പോഴാണ് നമ്മൾ ബസ് എപ്പോഴാണ്? 9:40. 9:40 ബസ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. 9:40 ബസ് കയറാൻ വേണ്ടി പോവാം. ഇവിടുത്തെ വീഡിയോ നമുക്ക് പിന്നെ എടുക്കാം. പിന്നെ ഒരു ദിവസം നമുക്ക് ടണാമ മൊത്തം തന്നെ ഇറങ്ങാം കേട്ടോ, വീഡിയോ എടുക്കാനായിട്ട് തന്നെ. വളി കേസ് പണി വാളിയിട്ടില്ല, പള പോതേ ഉള്ളൂ. 9:45 ബസ്സല്ല നമ്മൾ പറഞ്ഞത്. ആ 9:45 ബസ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പോകേണ്ട സ്ഥലത്തിൻ്റെ താഴെ വരെ എത്തത്തുള്ളൂ. അവിടെ നിന്ന് പിന്നെ കുറേ നടന്ന് പോകാനുണ്ട്. ഈ 11:20 ബസ്സിനാണ് നമ്മൾ പോകേണ്ട കറക്റ്റ് അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ഇത് പിന്നെ സംഭവിച്ചു പോയെന്ന് വെച്ചാൽ, ഞങ്ങളാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണെങ്കിൽ ഇവിടെ ബസ്സുകളിലൊക്കെ ഭയങ്കര കുറവാണ് ഇവിടെ, അല്ലേ? ഞായറാഴ്ച സമയം വ്യത്യാസമുണ്ട് എല്ലാത്തിൻ്റെയും. വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ കറക്റ്റ് 11:20 ബസ്സിന് ബസ്സേ ഉള്ളൂ. അപ്പോൾ അതിന് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ 11:20 ബസ് പോകാം. അതുവരെ നമുക്കാണെങ്കിൽ ഇവിടെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാം, അല്ലേ? ബസ് കിട്ടാത്ത അവസ്ഥ അല്ലേ? അപ്പോൾ നമുക്ക് നടന്ന് വ്ളോഗ് പിടിക്കാനുള്ള കുറേ പിന്നെ കണ്ടന്റ് ആയിരിക്കുമെന്നാ. ഉണ്ട് കണ്ടന്റ് ആയിരിക്കും. ഇതൊക്കെ പ്രതിമ കണ്ട. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഇവിടെ സെറ്റപ്പ് അല്ലേ? എന്താ ഇവരൊക്കെ ഇനി വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ് സൈ അല്ലേ? എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ടല്ല, സെറ്റായിട്ട് കണ്ടോ? ക്ലീൻ ആയിരിക്കും. നല്ല സെറ്റപ്പ് ഉണ്ടല്ലോ അത്. നമ്മൾ ഈ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. ഫോട്ടോ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കാറാ? നേരെ നമുക്ക് കാണിക്കാൻ നമ്മൾ പോകില്ല അങ്ങോട്ട്. ഇത് ഈ ഫ്ലാഗ് ഉണ്ടോ? സ്ലോവാക്കിൻ്റെ ഫ്ലാഗാ. എടാ കാറ് കത്തി കിടക്കുന്നതാണോ അവിടെ? എടാ ഇതെന്തോ ഇത് യുദ്ധത്തിൻ്റെ സംഭവം കേട്ടോ. എടാ നീയല്ലേ പറഞ്ഞ യൂട്യൂബ് ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ തന്നെ സംഭവം എന്നൊക്കെ. ഇതൊക്കെ തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന. അത് കാണുന്ന സെന്റർ അല്ലേ? നോക്കി ഇതെന്താ സൂപ്പർ, നല്ല വ്യൂ അല്ലേ നിൽക്കണ്ട. ഓഹോ ഇതുകൊള്ളാലോ. എടാ ഇതെന്തോ സംഭവം കേട്ടോ, ചരിത്രം ഇറങ്ങിയ കാറാട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നല്ലോ. എന്ത് വലിയ ബ്ലാസ്റ്റിങ് കിടന്നാക്കുന്നുണ്ടോ, കത്തിച്ച സംഭവം. എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇത് കല്ലേലാണ് ചെങ്ങലിട്ട് കെട്ടി വെച്ചേക്കുക. ഇതെന്താ സംഭവം? ഇതെന്തത്? ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യം ഇതിൻ്റെയൊക്കെ ചരിത്രം അറിയണം, എന്നല്ലേ ഇത് കാര്യമുള്ളൂ. ഇതുണ്ടോ? ഇതെന്തോ അത് ഇവിടെ ബാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നാന്നുള്ളത്. മൈ ഗോഡ്. നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി. ഇതാണെങ്കിൽ അതെ
ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒരു പുള്ളി വന്നിട്ട് ഭയങ്കര വീഡിയോ എടുത്തു കേട്ടോ. പുള്ളി വലിയ ബ്ലോറാന്ന് തോന്നുന്നു. ഇതന്നെ സംഭവം എന്ന് മനസ്സിലായോ? ഈ യുക്രൈനും മറ്റേ റഷ്യയും തമ്മിലാണെങ്കിൽ യുദ്ധം ഉണ്ടായല്ലോ. അപ്പോഴത്തേക്കും യുക്രൈനാണെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിട്ടാണെങ്കിൽ ഇവരെ ഈ സ്ലോവാക്യയിൽ നിന്നാണെങ്കിൽ ഒരു ആംബുലൻസ് ആണെങ്കിൽ അവിടെ അവർക്കാണെങ്കിൽ നൽകി വിടുന്നത് യുക്രൈൻകാർക്ക്. അവിടെയാണെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് മൊത്തം ചെതറിപ്പോയി. അപ്പോൾ അതാണെങ്കിൽ ആ ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞിട്ട് തിരിച്ചാണെങ്കിൽ ഇവരോട് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തിരിച്ചു കൊണ്ട് വെച്ചേക്കുന്ന സംഭവം അത്. ഇപ്പോൾ യുക്രൈന് വേണ്ടി ഭയങ്കര ഐക്യദാർഢ്യം കേട്ടോ അവിടെ. യുക്രൈനാണുള്ളതായാലേ. അതാണ് സംഭവം കേട്ടോ. 2024 നടന്ന സംഭവം അത്. ഇപ്പോൾ ബോംബ് ബ്ലാസ്റ്റ് നശിച്ചു പോയിരിക്കുന്നു. ഒരു ബോംബ് ബ്ലാസ്റ്റ് വന്ന് നിന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ അവസ്ഥ നോക്കി, ഇതിൻ്റെ അകത്ത് ആൾക്കാർ വരെ മരിച്ചു. ഇത് അതുപോലെ തന്നെ അവിടെ നിന്ന് പറിച്ചു ഇവിടെ കൊണ്ട് വെച്ചേക്കുന്ന നോക്കി എന്നാ ഒന്ന്. അത് ഇവരെ സമ്മതിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആംബുലൻസ് എന്നുള്ള സംഭവം മൊത്തം കത്തിപ്പോയി. ഒരു ബോംബ് വന്ന് വീണാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. പക്ഷെ എൻ്റെ പൊന്നെ വണ്ടിയുടെ കോലം നോക്കി എന്തായിന്ന്. ഇടിച്ചല്ലേ കേട്ടോ, ബോംബ് ബ്ലാസ്റ്റിന് നഷ്ടപ്പെട്ടു പോയാൽ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പാണ് കേട്ടോ. എടുക്ക്, ഫോട്ടോ എടുക്ക്. ഗോപുവാ? ഗോപു നമ്മുടെ പുതിയ ഇത്ര നാള് ഇതിലൊന്നും വന്നിട്ടുണ്ടായില്ല. നീ പറഞ്ഞ ഗോപുവിനെ പറ്റി പറ. അല്ല, എന്തൊക്കെ പറയണേ? ഗോപുവിനെ പറ്റി പറ. ഗോപുവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്ക്. വേണ്ട, അത് പറയാന്ന് വെച്ചാൽ വിഷയവും അന്ന് പറഞ്ഞിട്ടല്ലേ. ഗോപു ആദ്യമായിട്ടിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ട്രാക്ടറിയിലൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പൊ ആൾക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആൾക്കാരുണ്ട് വരാനായിട്ട്. അതെ അതെ. ഇത് ഗോപി, വീട് പത്തനംതിട്ട. ഇതെന്താണ് സംഭവിച്ചിരിക്കും? ഇതിനകത്ത് നമുക്ക് നടന്നു പോകാൻ പറ്റുമോ അങ്ങോട്ട്? ഇതിനകത്ത് ആണോ? അല്ല, എന്നിട്ട് കയറാൻ പറ്റും. എന്താ കയറി വീഡിയോ എടുക്കായിരുന്നു. കയറാൻ പറ്റത്തില്ലെന്ന് എഴുതിയൊന്നും വെച്ചിട്ടില്ല. വേണേ കയറാല്ലേ. ഇതില് അതാ ഞാൻ ചോദിച്ചേ. വേണ്ട വേണ്ട, ഇനി വേണ്ട. തിരിച്ചു പുറകെ കൂടെ വരെ വേണം ഇങ്ങോട്ട് വരുമ്പോ. അതുകൊണ്ട് ഇവിടുത്തെ ആണെങ്കിൽ നോക്കി സമയം അവിടെ എഴുതി വെച്ചേക്കുന്നത് 9:52 അല്ലേ? ആ സെറ്റാണല്ലോ. 9:52, 53 ചെയ്യണ്ട. എടാ നമുക്കത്ര 11:20 ബസ് അല്ലേ? 22 ഡിഗ്രി ആയിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ. അടിപൊളിയാണല്ലോ, സൂപ്പർ. നോക്കി ഈ പൂവൊക്കെ നോക്കിയത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അത് നോക്കി എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കി. അടിപൊളിയല്ലേ നോക്കി. സെറ്റപ്പ് അല്ലടാ. ഡിസ്പ്ലേ മാറിയതുണ്ട് ഇപ്പോൾ. ഷീറ്റ് തന്നെ മാറുകയും ചെയ്യും. ഒരു സെറ്റപ്പ് അല്ലേ? ഇതെന്നെ എഴുതി എന്നത് 27/6 ഇവിടെ പള്ളിമണി അടിക്കുന്നത്. എടുത്ത് പള്ളിയാണോ? ആ, ഇതൊരു പള്ളിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മലയാളം കുർബാനയൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് മലയാളം കുർബാന നടക്കുന്നത്. നീ നട്ടെന്നെ പറയാതിരുന്നേ. അല്ല, ഇവിടെ ഇടയ്ക്ക് അച്ഛൻ വരും. മാസത്തിൽ ഒരു വർഷം വന്ന് അച്ഛൻ വന്ന് കുർബാന ഈ പള്ളിയിൽ ചെല്ലും. പിന്നെ വേറൊരു പള്ളി ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഇത് നീ പറഞ്ഞിട്ട് ലാത്ത് തന്നെ ലത്തീൻ കളി എന്താ നീ പറഞ്ഞ പള്ളിയുടെ പള്ളി? എനിക്ക് ലാറ്റിൻ പള്ളിയാ. നമ്മളിവിടെ ഇതിലും പോയിട്ടില്ല. ഞങ്ങൾ മലയാളം കുർബാന ഇടയ്ക്ക് നടക്കാറുണ്ടല്ലോ. മലയാളം കുർബാന ഒരു പ്രാവശ്യമൊക്കെ ഒരു അച്ഛൻ വന്ന് ഇല്ലാറുണ്ട് മലയാളം കുർബാന. കുർബാന തുടങ്ങാൻ പോകുന്നു. ആൾക്കാരൊക്കെ പോയിട്ടില്ല. ആ, ശരിയാണല്ലോ. ഈ കുർബാന തുടങ്ങുന്നതിന് മുന്നേ ആയിരിക്കുമല്ലോ മണ്ണി അടിക്കുന്നത്. പക്ഷെ പണ്ടത്തെ പള്ളി ഹിസ്റ്റോറിക്കൽ സിറ്റി പോലെയാണ്. അവിടെ പ്രണാവയുടെ മറ്റേ ബിഗ് ബാളിനൊക്കെ പറഞ്ഞിട്ട് മറ്റേ മതില്. ആ, ശരിയാണല്ലോ. മതിലല്ലേ, ഒരു വലിയ പള്ളി പണിയുണ്ട്. എന്തേ അപ്പുറത്തെ സൈഡില്ല, മതിലിന്റെ അപ്പുറത്തെ സൈഡ് പള്ളി പണിയുന്നുണ്ടല്ലേ? നമ്മ അങ്ങോട്ടൊന്ന് പോയാലോ? എന്നാ ഗോപു, ഇത് ഈ വയലിനകത്ത് കയറിക്ക്. നീ വീഡിയോ എടുത്തോ. ഞാൻ കയറി എന്റെ വീഡിയോ എടുക്ക. പള്ളി കേട്ടോ. എടാ, പള്ളിയുടെ മിനാര ഒരു സൈഡിലേക്കല്ലേ ഇരിക്കുന്നല്ലേ? അതെന്നെ അങ്ങനെ ഇരിക്കുന്നത്. സാധാരണ പള്ളിയുടെ ബാക്കി വെച്ചല്ലേ ഈ സംഭവം ഇങ്ങനെ പൊങ്ങി മിനാരം പോലെ സംഭവം വരുന്നേ. മനസ്സിലായോ? ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സംഭവം മനസ്സിലാകത്തുള്ളൂ. ആ, ഇതന്നെ ഫ്രണ്ട് സൈഡ്. പണ്ടത്തെ പള്ളി, പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കിയേക്കുന്ന. ആ, അതെ അതെ. ഇവിടെ പിന്നെ കാണാൻ വേണ്ടി ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കിടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സാധനങ്ങളല്ലേ നോക്കിയല്ലേ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ തണാവേലെ പഴയ നഗരം
അവരതുപോലെ തന്നെ പുതുക്കി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കാണ്. പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി എല്ലാം മാറും, ശരിക്കും വ്യത്യാസം. ഇത് പഴയ ബിൽഡിങ്ങുകള്, പഴയ പള്ളികള് ജസ്റ്റ് ഒന്ന് വെറുതെ പുതുക്കി വന്നിട്ട് ആ പഴമ നിലനിർത്തി ചെയ്താണ് പരിപാടി. ആൾക്കാർക്ക് നടക്കാം എന്നാണ് എല്ലാം. ഇവിടെയുള്ള സെന്റർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ബ്രാട്ടിസാലുവില് സെന്ററിൽ പോയാലും ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഒരു വർഷം പോകുമ്പോൾ പിടിക്കാം. ഒത്തിരി ആൾക്കാരുണ്ട്. വലുതാന്ന് പറയാൻ പറ്റൊന്നുമില്ല. അത്യാവശ്യം കുറെ ആൾക്കാര് ടൂറിസ്റ്റും, കാരണം ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോഴേക്കും കുറെ ടൂറിസ്റ്റുകൾ പുറത്തുനിന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ട്, ഇവിടെ ടണാവിൽ നല്ല വലുത് തന്നെ. കുറച്ചുകൂടി ബ്രാട്ടിസാലോ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സിറ്റി അല്ലേ, സ്ലോവാക്കിയയുടെ ക്യാപിറ്റലാണ്. അവിടെ കുറച്ചുകൂടി ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അല്ലേ. ഇതൊക്കെ ആരും മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യും, നമ്മൾ ആരും കാണുന്നില്ല ഇത് റെഡിയാക്കാനും നിൽക്കുന്നതൊന്നും. ഇപ്പൊ അടയ്ക്കുന്നൊക്കെ കണ്ടായിരുന്ന എടാ അതല്ലെന്ന്. ഇപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും ദൂരം അടിപൊളിയായിട്ട് ഒരു ഇല പോലും വീഴാതെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നീ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അത്. അതെപ്പോഴാണ് ചെയ്യുന്നത്? രാവിലെയാ ചെയ്യുന്നതായിരിക്കും. അത് എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മളിത് കാണാൻ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരാളെപ്പോലും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മളെന്താ ടാട്ടറി പോയി പോയാലും പക്ക ക്ലീൻ ആയിട്ടില്ല, വഴി കിടക്കുന്നേ അടിപൊളി. ഇത് തന്നെ അങ്ങ് ക്ലീൻ ആയി പോകുന്നത്. ഇതെന്താ സംഭവം ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇവരിങ്ങനെ വേസ്റ്റോ സാധനങ്ങളൊന്നും റോട്ടിലും അവിടെ ഒന്നും വലിച്ചെറിയൊന്നുമില്ല. ആകെ ഉണ്ടെങ്കിൽ തന്നെ ഈ മരത്തിന്റെ ഇലയൊക്കെ വീഴുള്ളൂ. അതുപോലും മരത്തിന്റെ ഇല, ഇത് അത്രയും ഇലയുള്ള മരം ഉണ്ട് കേട്ടോ. ആ മരത്തിന്റെ താഴെയാണെങ്കിൽ ഒരു ഇല പോലും കിടപ്പില്ല. നോക്കി ഇത്ര നേരമായിട്ട് ഒരു ഇല പോലും വീണിട്ടില്ലെന്ന്. ഓ എന്നാ സംഭവം അല്ലേ, ആ ടൈപ്പ് സെറ്റപ്പാണ്. ക്ലിയർ ആയിട്ട് കിടക്കും. ആ സെൻറ്ററിൽ ആ സംഭവം നിൽക്കുന്ന അടിപൊളിയായിട്ടുണ്ടല്ലേ. ആ സാധനം എന്നടാ, അത് വാച്ച് ടവറാണോ? അതിനെ പറ്റി എനിക്ക് വലിയ അറിവില്ല. അതൊരു ചർച്ചിന്റെ പരിപാടി സെറ്റപ്പാന്ന് തോന്നുന്നു. ഇതാണ് മറ്റേ നമ്മുടെ ടണാവ എന്ന് പറഞ്ഞ് സിറ്റിയുടെ പേര്. ഇവർ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് വെച്ചിരുന്നുണ്ടോ. ഇതെന്ന സ്ഥലമാണ്, അതെന്താ പേര് ഓർത്തില്ല? ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം. ആൾക്കാർക്ക് എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ഫ്രെയിം ഒരു സിറ്റിയുടെ പേര് വെച്ചേക്കുന്നു. അന്ന് പൊങ്ങി വരുന്നത് എന്നടാ. ഓ ഇത് അടിപൊളിയാണല്ലോ ഇവിടെ. എന്നടാ പറടാ കുട്ടാ. ഈ സംഭവത്തിന്റെ ഫോട്ടോ അവിടെ വെച്ചാണ്. ഇതിന്റെ ജൂലൈ 19 തുടങ്ങി ആഗസ്റ്റ് 18 ഉള്ള പരിപാടികൾ അവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറെ നടക്കുന്നുണ്ടോ. ഇതെന്താ സംഭവം? ഇത് നല്ല സെറ്റപ്പാണല്ലോ. ഇതെന്താടാ? പക്ഷെ ഇതെല്ലാം സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഇപ്പോൾ അടുത്ത് മാറ്റുകയും ചെയ്യാം അടിപൊളിയായിട്ട്. ഇതെന്തൊക്കെ ഈ സിറ്റിയുടെ മാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടണാവ സിറ്റിയുടെ മാപ്പ് ഒന്ന് ആലോചിക്കുക. എൻ്റെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഇത് ഇരുമ്പാട്ടോ, ഇരുമ്പേൽ സെറ്റ് ചെയ്തേക്കുന്ന എന്താ. അപ്പം നമ്മളിവിടെ നിൽക്കുന്നതിന് ഇങ്ങനത്തെ കൊടുത്തുണ്ടോ? എവിടെ നോക്കി നേരം ഇത് അല്ലേ? അതല്ലേ? അതാണോ? അതാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അങ്ങോട്ട് നേരെ വഴിയുണ്ട്, അവിടെ നേരെ ഇങ്ങോട്ട് വഴിയുണ്ട്, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്. അത് മനസ്സിലായോ? പക്ഷെ എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന സംഭവമാണ് ഇത്. അപ്പുറത്തുള്ള പള്ളിയുടെ സംഭവം. ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഓ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. സിമ്പിൾ കേസേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കോട്ടയൊക്കെ ഇതായിരിക്കും നമ്മൾ കണ്ട കോട്ടയുടെ അതായിരിക്കും. ശരിയാണല്ലോ. അവിടെ അങ്ങനത്തെ തോന്നുകളൊക്കെ ഉണ്ടോ? ഈ ചർച്ചിലാണ് ഒരു പള്ളിയിൽ കൂടി കുർബാന എടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ പള്ളിയിലാ. ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് കാണുന്ന പള്ളിയില്. എന്തിടാ പള്ളി? എവിടെ? ഞാൻ കണ്ടില്ല. ഇതാണ് പള്ളി. ഇത് പള്ളിയാണോ? ഇത് ഞാൻ ഓർത്തൊന്നും ചെയ്തിട്ടോ. പള്ളി, പോലീസ് സ്റ്റേഷൻ, ബാങ്ക് ഒക്കെ ഒറ്റ ഈ ബിൽഡിങ്ങിന്റെ മതിലിൽ ഇങ്ങനെ ചേർന്നതാണ്. ഇവിടെ നമ്മുടെ ബാങ്ക് ഉണ്ട്, യൂണിക്രെഡിറ്റ് ബാങ്ക്. എടാ നമ്മുടെ ബാങ്കിലാണ് ഞാൻ TRC കൊണ്ടൊന്നും കൊടുത്തില്ലല്ലോ. ആ സീനാവോ? ഇവിടെ അടിപൊളി സംഭവമല്ലോ. ഇതിനത് പഴയ ചർച്ച, പണ്ടത്തെ ചർച്ച. അതെ, ഇത് അടിപൊളിയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം അല്ലേ? നല്ല രസമുണ്ടല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി നോക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല കൂട്ടുകാരെ ഇങ്ങോട്ടാണ് പോകുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ടല്ലേ? ഇതെവിടെ നിന്നാണ് ഇത്രയും കാറ്റ് വരുന്നത് ഇതിൻ്റെ അകത്തോട്ട്?
അവിടെ പള്ളിക്കുമല്ലേ അല്ലേ? എന്നെ സംവിധാനങ്ങൾ അകത്തുനിന്ന് അത് ആലോചിച്ചു. ഇത്രയും കാറ്റിൻ്റെ അകത്ത് പറത്തിക്കളയാണല്ലോ. ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഫോട്ടോസ് ഉണ്ടോ എഴുതി വെച്ചേക്കുന്നത്? ഒന്നാമത് കുഴപ്പം ഇംഗ്ലീഷല്ല കേട്ടോ തോന്നുന്നു എഴുതി വെച്ചേക്കുന്നത്, മൊത്തം ഇവരുടെ ലാംഗ്വേജ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്താ സ്ലാവിക് അല്ലേ? ഇവിടുത്തെ ലാംഗ്വേജാണ് സ്ലാവിക്. സ്ലോവാക്ക് എന്നുണ്ട്, സ്ലാവിക് എന്നാണ് പറയുന്നത്. എന്നല്ലേ ഇതിൻ്റെ ഒക്കെ എന്നെ കുർബാന നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നല്ലേ? ഓ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിലപ്പം കുർബാനയൊക്കെ തുടങ്ങുമായിരിക്കും. ഇതെന്നാണ് എഴുതിയിരിക്കുന്നത്? സെന്റ് ഫ്രാൻസിസിന്റെ പള്ളിയാന്ന് തോന്നുന്നല്ലേ? അയ്യോ വീടെടുത്ത് കഴിഞ്ഞ് സീനോ, വീടെടുത്ത് കഴിഞ്ഞ് പ്രശ്നമാണെന്ന് തോന്നുന്നല്ലേ? അച്ഛൻ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലേ, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ എന്താ പറയുന്നത്. പക്ഷെ നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ പള്ളിക്കുള്ളിൽ. പള്ളിക്കുള്ളിൽ വീഡിയോ അച്ഛൻ നന്നായിട്ട് വർത്തനൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ കയറി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായെങ്കിലും വഴക്കൊക്കെ പറഞ്ഞാലോന്ന് വിചാരിച്ച വീഡിയോ അകത്ത് കയറി എടുക്കാത്ത കേട്ടോ. ആ പള്ളി നൈസല്ല, അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് എൻ്റെ വെള്ളം വരുന്നേ. ഓ അവിടെ ഞെക്കിയിട്ടാണോ? ഓ പള്ളിയുടെ പുറത്ത് ഇത് കുടിക്കാൻ പറ്റുന്നുള്ളതാണോ? ശരിയാ, വായിച്ചിട്ട് മറന്നു വെച്ചിട്ട് പോയതേക്കുന്ന കേട്ടോ. ഇതിന് രണ്ട് പിള്ളേർക്ക് കഴിക്കാൻ സംഭവം അല്ലേ? ആൾക്കാരാണ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ടൗൺ ആണെങ്കിൽ സെറ്റപ്പായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ ക്ഷീണത്തിൽ എല്ലാവരും കിടന്ന് ഉറങ്ങി എണീറ്റ് വരുന്ന സമയം ആകുന്നേ ഉള്ളൂ. സുഷി അവിടെ തന്നെ പ്രത്യേകത തന്നെ ഈ മാർക്കറ്റില്. ആണോ? എന്ത് വേണം കഴിക്കല്ലേ? നമുക്ക് തിരിച്ചു വരാൻ വേണമെന്ന് കറി വേണമെങ്കിൽ അല്ലേ? വിശന്ന് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് €10 പേ ചെയ്യാം. നമ്മൾ പാത്രത്തിൽ നമ്മൾ തന്നെ എടുക്കുക. എന്നൊക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള ഫുഡ് തന്നെ? ഈ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? നോൺ വെജും ഉണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്. മെയിൻ ആയിട്ട് ചൈനീസ് ഒക്കെ ഉണ്ടോ? ഏഷ്യൻ ആണോ മെയിൻ ആയിട്ട്? ഏഷ്യൻ, ചൈനീസ്. ഓക്കെ സ്ലോവാക്യൻ സ്റ്റൈലല്ല. സ്ലോവാക്യൻ സ്റ്റൈലല്ലേ? അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുമോ? വിഭവങ്ങള്, സീ ഫുഡ്, അതുപോലെ തന്നെ ഡെസേർട്ട് ഇല്ല, പിന്നെ അത് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ തന്നെ പോയി കഴിച്ചത്? ഞങ്ങളന്ന് പോയി കഴിച്ചല്ലേ. നീ കഴിച്ചു പോയി? ഞാൻ ബോബും പിന്നെ ആണെങ്കിൽ ജിഷ്ണു കൂടിയാണ് തന്നു പോയത്. ശരിയാ. ജിഷ്ണുവിനെ കമ്പനിന്ന് വിളിച്ച അവൻ വർക്ക് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അവൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടെ കയറി. ശരി. എടാ ഈ കല്ല് വിരിച്ചേക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ കല്ല് വിരിച്ചേക്കുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്കും കണ്ടോ എല്ലാം ലെവലായിട്ടെ. ഇത് കണ്ടോ, ശ്രദ്ധിച്ചു നിങ്ങൾ? ഒരെണ്ണത് ഇങ്ങനെ റാ പോലല്ലോ വെച്ചേക്കുന്നത്, പക്ഷെ ആണെങ്കിൽ അതങ്ങനെ അല്ല വെച്ചേക്കുന്നത്. എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? ശ്രദ്ധിച്ചോ? ശരിയാ, ശ്രദ്ധിച്ചു. എന്തോ ഒരു സ്റ്റൈലുണ്ട്, പക്ഷേ ആണെങ്കിൽ അതങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് എങ്ങനെയാ വെച്ചേക്കുന്നത്. ഇലുമിനാറ്റിയാ സംഭവം. ഉണ്ടെങ്കിൽ റാ പോലെ വെച്ചേക്കുന്നത്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല വെച്ചേക്കുന്നത് അല്ലേ? ശരിയല്ലേ? എന്നിങ്ങനെ തോന്നി. എന്റെ മണ്ടത്തരാണോ? അല്ലേ? ശരിയല്ലേ? നോക്ക്. നമ്മൾ നടക്കുമ്പോൾ യൂട്യൂബറിട്ടല്ലേ നമ്മള് വളരുന്നത്. എനിക്ക് സെറ്റപ്പ്. ഇത് എന്നാ സാധനമാണ്? സലൂണാണോ? ഒമ്പോ കണ്ണാടിക്കടയുടെ സലൂണാന്ന്. ഒപ്റ്റിക്കുന്നത് ഇതെന്താ? യൂണി ഒപ്റ്റിക്ക്. ചുമ്മാ തള്ളുക. ചുമ്മാ തള്ളൊരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണും. അതുകൊണ്ട് നമ്മള് തള്ളുമ്പോ ഞാനൊക്കെ തള്ളുമ്പോ ആൾക്കാർ വിശ്വസിക്കുന്ന. ഓക്കെ ആയിരുന്നല്ലേ? ഇനി നീ പറയുമ്പോ ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യാതിരിക്കട്ടോ. പ്രൊഫഷണലായിട്ട് ഇതിനെ പറ്റി 2 വാക്ക് പറയാ. അതെ, അതെ. അവിടെ ഒരു പള്ളിയുടെ കൺസ്ട്രക്ഷൻ നടക്കണ്ട. പള്ളിയുടെ കൺസ്ട്രക്ഷൻ എവിടെ? അതൊരു നല്ല അടിപൊളി പള്ളിയാ. പുതിയ പള്ളി, പുത്തൻ പള്ളി. ഐസ്ക്രീം കട. ഐസ്ക്രീം തന്നെ ഒരു കട.
ഇവിടുത്തെ നല്ല അടിപൊളി എക്സ്പെൻസീവ് ആണ്, നമുക്കൊന്നും താങ്ങത്തില്ല കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ. ആ ഇത് പണ്ടത്തെ കൺസ്ട്രക്ഷൻ അല്ലേ? പഴയ വീടുകള്, അതെ, പഴയ ഓരോ സ്ഥാപനങ്ങളും ഓഫീസുകളൊക്കെ തോന്നുന്നു. ഇവിടെ ഈ മിനാരം പോലെ കാണുന്ന എല്ലാം പള്ളി തന്നെയല്ലേ? ഇതെന്ത് ഇത്രയും പള്ളികൾ ഇവിടെ? അവിടെ പള്ളി, ഇവിടെ പള്ളി, ഇവിടെ മുട്ടിന് കത്തോലിക്ക പള്ളി, യാക്കോബ പള്ളി, അങ്ങനെ പല സഭക്കാരുടെ പള്ളി ഉണ്ടല്ലോ. ലാറ്റിൻ ചർച്ച് ഉണ്ട് ഇവിടെ, നമ്മുടെ അവിടെയുള്ള ലാറ്റിൻ ചർച്ചാണ്. ലാറ്റിൻ ചർച്ച് അല്ലേ? റോമൻ കാത്തലിക് ഒക്കെ ഉണ്ട്. റോമൻ കത്തോലിക്ക ഉണ്ട്. ഈ പള്ളിയുടെ പേര് അങ്ങനെ വലിയതായിട്ട് ഇവിടെ എഴുതി വെക്കത്തില്ലല്ലേ? ഇത് പുതിയ പള്ളി, എനിക്ക് ഇത് പണ്ടത്തെ അല്ല, പുതിയ തന്നെ പണിയെന്നാ തോന്നുന്നു, അറിയില്ലട്ടോ. അത് നമ്മളിവിടെ വന്ന സമയത്ത് ഓൾറെഡി ഇതിന്റെ പണിയൊക്കെ അങ്ങനെ ആണോ? അതിന്റെ ഫ്രണ്ട് തന്നെ ഒരു പുതുക്കി പണിയെടുത്താന്ന് തോന്നുന്നു സംഭവം. ഇതിന്റെ മുകളിലേക്ക് വെച്ചാണ് ഇതൊക്കെ പുതിയത് അവർ സെറ്റ് ചെയ്തത്. കാരണം അന്ന് ഇല്ലായിരുന്നാ? ഞാനാണത് ഓർക്കണില്ല. ഇവിടെ ഏറ്റവും ആദ്യം വന്ന സമയത്ത് നമ്മ ഇത് ജസ്റ്റ് ഫുള്ള് കവർ ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഒന്നും. ആണല്ലേ? ആ രീതിയിൽ അതാ നമ്മള് കാണാൻ ശ്രദ്ധിക്കാതെ പോയത്. ഇപ്പഴാ പണ്ടത്തെ പള്ളി തന്നെയാടാ, പഴയ പള്ളി തന്നെയാ. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഒന്നുകൂടെ സെറ്റപ്പ് സെറ്റാക്കി എടുക്കുന്നതാണ് സംഭവം. അതെ അതെ അതെ, ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം പഴയ ബിൽഡിംഗ് കേട്ടോ. ഇതിന്റെ സിറ്റി വാള് ഈ പള്ളിയുടെ പുറകെ കൂടെ പോണേ. ഇതിന്റെ ബൗണ്ടറിന്റെ എല്ലാം പള്ളിയുടെയും ബൗണ്ടറി എന്റെ അടുത്ത് തന്നെയായിരിക്കും. മൊത്തത്തില് ഈ ഓൾഡ് സിറ്റിയില്ലേ, നമ്മുടെ ഈ സെൻട്രത്തിന്റെ ബൗണ്ടറി ഒരു മതില് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് ചുറ്റും കംപ്ലീറ്റ് ഉണ്ട്. അതിന്റെ ഈ പുറകില് കാണാൻ പറ്റും. ആണല്ലേ? അതെവിടെ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. അടി ഇവിടെ ഇങ്ങനെ വളഞ്ഞ് AC ഇപ്പൊ ഇവിടെ സൈക്കിൾ ഓട്ടാനൊക്കെ വന്നിട്ടുണ്ട്. നീ എന്തായാലും സൈക്കിളോ? ഞാനും ഗോപും ഉണ്ടായില്ലടാ സൈക്കിൾ ഓട്ടാനേട്ടാ. സൈക്കിൾ കൊണ്ടുവന്നു ഇവിടെ ഫസ്റ്റ് മറ്റേ സാവറിലേക്ക് വന്ന ടൈമില്. ആണോ? പിന്നല്ലേ നിങ്ങൾ ഭയങ്കരന്മാരാണല്ലോ. അതന്ന് നമ്മള് ഞാൻ പറഞ്ഞത് ഈ കല്ല് വിരിച്ചേക്കുന്നുണ്ട്. ഈ കല്ല് വിരിച്ചേക്കുന്നത് ഒരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ട് അല്ലേ? ഇതിന്റെ റൗണ്ട് കണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നോക്കിയാൽ റൗണ്ടാ. ഇവിടെ നോക്കിയാൽ അതിന്റെ റൗണ്ട്, ഇവിടെ നോക്കി ഇതിന്റെ റൗണ്ട്. ഇത് അടുത്തൊരു പള്ളിയാണ് കേട്ടോ കാണുന്നല്ലേ? ഓ, എല്ലാ പള്ളിയുടെയും ബാക്കിലായിട്ട് ഇതുപോലെ എല്ലാ പള്ളിയുടെ അല്ലടാ, ഇതൊരു സിറ്റിയാണ്. മറ്റേ പണ്ടത്തെ ഈ ഒരു കോട്ടാന്നൊക്കെ പറയണ പോലെ ഇതിന്റെ അകത്ത് കുറെ സ്ഥാപനങ്ങളും പഴയ പണ്ട് ഏത് സിറ്റിയിൽ ചെന്നാലും അങ്ങനെ ഉണ്ട്. ശരിയാ. ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞ ഈ സിറ്റിയുടെ ചുറ്റും ഇങ്ങനെ മതില് വെച്ച് കിട്ടും, വലിയ മതിലുകള്. ആ മതിലിന്റെ ഒരു ബൗണ്ടറിയാണ് ഈ പോണത്. ബിൽഡിങ്ങുകളുടെ എല്ലാത്തിന്റെയും സിറ്റിക്ക് ചുറ്റും ഒരു മതില് വെച്ച് കിട്ടുന്നത്. ആ ഒരു മതിലിന്റെ ഭാഗമാണ് ഇത്. ഇതിലെ പുറത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ആ ബിൽഡിംഗ് കണ്ടല്ലോ, ഈ പള്ളി കണ്ടോ? എല്ലാം ദ്രവിച്ചൊക്കെ ഇരിക്കും കേട്ടോ, പണിതോണ്ടിരിക്കും അതൊക്കെ. ഇത് ശരിക്കും നമ്മളൊന്ന് പാലസിൽ പോയാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുക. അതിന്റെ അകത്ത് അടിപൊളി കേട്ടോ. നമ്മള് പോകുന്നല്ലേ ആ കാസിലിന്റെ അകത്തല്ലേ? അണ്ടർഗ്രൗണ്ടിൽ എങ്ങനെ പണിയാൻ പറ്റുന്നതാണ്. എന്തൊരു താഴ്ചയിലേക്കെന്നറിയോ? ഭയങ്കര ഒരു കിണറും പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ഈ ധാന്യപ്പുരകളില്ലേ, ഈ ഗോതമ്പ് സംഭവങ്ങളൊക്കെ സംഭരിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ. പ്രണാവേലാണെങ്കിൽ ഒന്നുകൂടെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ശരിക്കും നമുക്കൊന്ന് വീഡിയോ എടുക്കണം അല്ലേ? പ്രണാവേൽ ഒരു ദിവസത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് സൈക്കിളിന് പോകാനുള്ള വഴിയുണ്ട്, അതുണ്ടോ? സൈക്കിളും പോകാം, ആൾക്കാർ നടന്നും പോകും. ഓ, ഭയങ്കര സെറ്റപ്പ് അല്ലേ? ഈ പിള്ളേരെ കൊണ്ട് ഇവര് നടക്കാൻ വേണ്ടി വരത്തില്ലേ, കൊണ്ടിട്ട് അവർക്കൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിന് ഇങ്ങനെ വന്നിട്ടേക്കുന്നു അല്ലേ? ഇതാണ് സിറ്റി ഏരിയ. ഓ, ഇതാണ് സിറ്റി ഏരിയ കേട്ടോ. ഉണ്ടോ നമ്മളുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ? ആ കാറോടെ നിർത്തിയേക്കുന്നത് കണ്ടോ? ഇവിടുന്ന് നമ്മൾ പാഴ്സൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പാഴ്സൽ മേടിച്ചിട്ട് പുറത്തോടെ തന്നെ ഇവിടെ നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നല്ല പാക്കുകളൊക്കെ മേടിക്കാം. ഇതുണ്ട്. ഇത് സിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മാളാണ് കേട്ടോ. ഈ മാളിൻ്റെ സംഭവം കണ്ടോ? ഇവിടെ ഈ മാളിനകത്ത് തന്നെയാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ തന്നെ ഉണ്ട്. അത്രയും വലിയ സംഭവമാണ് എൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ടേ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് മൂത്രക്കൊക്കെ ഒന്ന് ഒഴിച്ച് ഫ്രഷായിട്ട് അങ്ങ് കയറിപ്പോവാം. സ്റ്റേഡിയം ഉണ്ട്. ഓ, സൂപ്പർ കേട്ടോ. അയ്യോ, ബെൻസ് ഉണ്ട്, ബെൻസ് ഇതൊന്നും അറിയാൻ പാടില്ല. സെറ്റപ്പായിട്ടുണ്ടല്ലോ. ഇതുണ്ട്. ഇതിൻ്റെ വിലയൊക്കെയാണോ ഇവിടെ കൊടുത്തേക്കുന്നത്? ഇതെന്നാ സംഭവമാണ് ഇത്? ഫ്ലൈയിങ് ടൈഗർ. ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവം കേട്ടോ.
ഈ WC എന്ന് ഇരിക്കുന്നുണ്ട്. ഇതാണ് ഈ വാഷ്റൂം കേട്ടോ ഇവിടുത്തെ. അതിന് മേളില്ല, നമുക്കതിന് മേളിൽ കയറി പോകാം. ഇത് കുഴപ്പമില്ലല്ലോ, കുറച്ചും അടിപൊളിയല്ലേ? ആ, ഞങ്ങൾ അടിപൊളിയായിട്ടാണ്. ഇതെന്നാ ടോയ്ലറ്റിന് സിമ്പിളാണ്. 2 എടുത്തിട്ട് അങ്ങോട്ട് ആരും എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ. ആ, മോളിൽ നിന്നല്ല, നേരെയാണ് എടുത്തേക്കുന്നല്ലേ? ഓ, മണ്ടന്മാർ. സത്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇതാണ് സത്യം പറഞ്ഞാൽ മേളിലേക്കുന്ന. പക്ഷേ മേളിലോട്ടല്ലായിരുന്നു, നേരെ ആയിരുന്നു. ഇത് അവിടെ കണ്ടോ WC ചെയ്തിരിക്കുന്നത്? കണ്ടാ? WC എന്ന് പറഞ്ഞാൽ എന്നാ? ബാത്റൂം അല്ലേ? വാഷ്റൂം. വാഷിംഗ് ക്ലോസറ്റ്. ഞങ്ങളിത് ഇൻ്റർ സ്പോർട്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയപ്പോൾ ഒന്ന് കയറാൻ വേണ്ടി പോവാം. സമയം എത്രയായി? സമയം 10:54.